നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പേരിൽ ഡൽഹിയിൽ നടന്ന സമരം അതൊരു രാജ്യവിരുദ്ധ കലാപമാക്കി മാറ്റാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആഗസ്റ്റ് 15-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക, അവിടെ പകരം പരിപാടി നടത്തുക, ആ സമയത്ത് രാജ്യത്ത് അധികാരം പിടിച്ചെടുക്കാൻ വരെ ശ്രമിക്കുക എന്നുള്ളതായിരുന്നു ഗൂഢാലോചനയെന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 2-3 വിദ്യാർത്ഥികളെ അവർ സമരത്തിനിടയിൽ തീ കൊളുത്തി മരിക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു സംഘാടകരുടെ ഉദ്ദേശം എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാർ ഒരു തങ്ങളുടെ മന്ത്രിയെ പിൻവലിച്ചുകൊണ്ട് സമരം ഒത്തുതീർപ്പിലെത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്ന വിവരം. ആഗസ്റ്റ് 9 മുതൽ രാജ്യവ്യാപകമായി വലിയ ബഹളം ഉണ്ടാക്കാനായിരുന്നു പരിപാടി. സമരക്കാരുടെ ഉദ്ദേശം നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളൊന്നും തന്നെ പിൻവലിക്കരുത് എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം എന്നുള്ളതായിരുന്നു. ഒരു ഭാഗത്ത് നിരവധി വിദ്യാർത്ഥികളെ, അതിലെ പലരെയും നീറ്റ് പരീക്ഷയ്ക്ക് ട്യൂഷൻ നടത്തുന്ന കേന്ദ്രങ്ങളിൽ നിന്നാണ് കൊണ്ടുവന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ CBI അന്വേഷിക്കുന്ന കാര്യത്തിലെ പല വസ്തുതകളും പുറത്തു വരുന്ന സമയത്ത് ഈ പരീക്ഷാ സെന്ററുകളും ഈ സമരവുമായുള്ള ബന്ധങ്ങളൊക്കെ തന്നെ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ പല വിദ്യാർത്ഥികൾക്കും ഇത്തരം സമരത്തിന്റെ ആസൂത്രിതമായ ശ്രമത്തെക്കുറിച്ച് അവർക്കറിയില്ലായിരുന്നു. പലരും ജെന്യുവിനായിട്ട് ആണ് സമരത്തിന് വന്നത്. പക്ഷേ ഇതിനകത്ത് കൂടുതലും ഉണ്ടായിരുന്നത് പുറത്തുള്ള ശക്തികളായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ ജനക്കൂട്ടത്തെ സമരക്കാർക്ക് ആകർഷിക്കാൻ കഴിഞ്ഞില്ല. 500ഓളം പേർ മാത്രമേ നിരവധി ദിവസമായിട്ടും ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ എത്തിയിരുന്നു. പിന്നീടാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ, അത് ചന്ദ്രശേഖർ ആസാദിന്റെ പാർട്ടി, അതേപോലെ തന്നെ സമാജ്വാദി പാർട്ടി, ആം ആദ്മി പാർട്ടി തുടങ്ങിയ പാർട്ടികളിലൂടെയാണ് അവർ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുവന്നത്. ഏതാണ്ട് ഡൽഹി പോലീസിന്റെ കണക്ക് പ്രകാരം 3000-ന് അടുത്ത് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ആളുകളെയാണ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്. ഇവരിൽ പലരും കൊലപാതക ശ്രമം, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, പോക്സോ കേസുകൾ, കവർച്ചകൾ, അങ്ങനെയുള്ള നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളാണ്. ഈ 2900-ലധികം ആളുകളെ, 3000-ഓളം പേരെയാണ് ഇങ്ങനെ രംഗത്തിറക്കിയത് എന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ നമുക്ക് വിചിത്രമായിട്ട് കോക്രോച്ച് പാർട്ടിയുടെ വാദങ്ങളിലൂടെയാണ് അവരുടെ അവകാശവാദങ്ങൾ തന്നെ പൊളിയുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ അക്രമങ്ങൾ ഉണ്ടായ സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്, ഞങ്ങൾക്ക് അക്രമവുമായി യാതൊരു ബന്ധവുമില്ല, അക്രമികളൊക്കെ BJP രംഗത്തിറക്കിയതാണ്, അവരാണ് അക്രമം നടത്തിയത് എന്നാണ് കോക്രോച്ച് പാർട്ടി നേതാക്കൾ പരസ്യമായിട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അതായത് വിദ്യാർത്ഥികൾക്ക് അക്രമത്തിൽ യാതൊരു പങ്കാളിത്തവുമല്ല, അല്ലെങ്കിൽ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് അക്രമമായി യാതൊരു പങ്കാളിത്തവുമില്ല, അക്രമകാരികളെ BJP കൊണ്ടുവന്നതാണെങ്കിൽ എന്തുകൊണ്ടാണ് FIR എടുക്കരുത് എന്നവർ പറയുന്നത്? അപ്പോൾ തങ്ങൾക്ക് പൂർണ്ണമായ നിരപരാധിത്വമാണെങ്കിൽ എന്തിനാണ് അവർ FIR-നെ ഭയപ്പെടുന്നത്? പോലീസ് വീഡിയോ അവരുടെ ദൃശ്യങ്ങളിലൂടെയാണ് ആളുകളെയൊക്കെ, അതേപോലെ തന്നെ ക്രിമിനലുകളെയൊക്കെ തന്നെ റെക്കോർഡുകളുണ്ട്. അങ്ങനെയുള്ള ശാസ്ത്രീയമായ നടപടികളിലൂടെ കേസുകൾ എടുക്കുന്ന സമയത്ത് എന്തിനാണ് അങ്ങനെ കേസെടുക്കാൻ ഇവർ വൈമുഖ്യം കാണിക്കുന്നത്? ഇവരുടെ കൂടെയുള്ള ആളുകളല്ല അക്രമകാരികളെ പിടിക്കുന്നതിനെ എന്തിനാണ് കോക്രോച്ച് പാർട്ടി എതിർക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അപ്പം സ്വാഭാവികമായും ഈ അക്രമകാരികൾ ഇവർ തന്നെയാണ് കൊണ്ടുവന്നത്. ആരൊക്കെയാണ് ഇവർക്ക് ഭക്ഷണം കൊടുത്തത്, എവിടുന്നൊക്കെയാണ് ഇവർക്ക് സഹായം കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. ഇവരുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലൊക്കെ തന്നെ ഈ അക്രമകാരികളെ അല്ലെങ്കിൽ സമരക്കാരെ പിന്തുണച്ചിരുന്ന സാമാന്യ ജനത, അതായത് പ്രത്യേകിച്ച് BJP-യോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ജനതാദളോ അങ്ങനെ പാർട്ടികളിൽ നിന്നും പെടാത്ത സാമാന്യ ജനതയുടെ പിന്തുണ അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ തങ്ങൾക്ക് രാജ്യമാണ് പ്രധാനം, അപ്പം ഈ രാജ്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നത്, ഇത് അന്താരാഷ്ട്ര തലത്തിലൊരു ഗൂഢാലോചനയാണ് എന്നുള്ളത് വളരെ വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും പല സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രതികരണം. അപ്പോൾ നേരത്തെയൊക്കെ തന്നെ ഈ സമരക്കാർക്ക് അനുകൂലമായിട്ട് പ്രതികരിച്ച ആളുകളൊക്കെ തന്നെ അവർക്ക് ആ ഒരു ആഭിമുഖ്യം അവരോട് നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം ഇതൊരു അട്ടിമറി ശ്രമമാണ്. കാരണം നമുക്കറിയാം, ബംഗ്ലാദേശിലാണെങ്കിലും ശ്രീലങ്കയിലാണെങ്കിലും അതുപോലെ തന്നെ നേപ്പാളിലാണെങ്കിലും പൂർണ്ണമായിട്ടും വിദേശ ശക്തികളുടെ പിന്തുണയോടുകൂടിയാണ് സമരം നടന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിലാണെങ്കിൽ അവരൊരു വിദ്യാർത്ഥി സമരം എന്നാണ് ഇതിനെ പുറത്തു പറഞ്ഞിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ നടന്നത് ഇസ്ലാമികവാദികളുടെ ഒരു വിജയമാണ്. കാരണം അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ബംഗ്ലാദേശ് രൂപീകരണത്തെ തന്നെ എതിർത്തതാണ്. കാരണം ബംഗ്ലാദേശുകാരനായ മുജീബുർ റഹ്മാനെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാവുന്നതിനെ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ആളുകൾ എതിർത്തതോടുകൂടിയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ രൂപീകരിക്കുന്നത്.
ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് അടന്നു പോകുന്നു. പാകിസ്ഥാൻ സൈന്യം ബംഗ്ലാദേശികൾക്ക് നേരെ നരനായാട്ട് നടത്തുന്നു. മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നു. ആ പ്രക്ഷോഭത്തെ ഇന്ത്യ പിന്തുണയ്ക്കുന്നു. അങ്ങനെ പാകിസ്ഥാൻ സൈന്യം ഏറ്റവും വലിയ ആക്രമണങ്ങൾ നടത്തുന്നു. ഇന്ത്യയുടെ മറ്റു ഭാഗത്തും ആക്രമണം നടത്തുന്നു. ആ സമയത്ത് പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ കൂടെ നിന്ന ജമാഅത്തെ ഇസ്ലാമിക മതമൗലികവാദി സംഘടന ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? ബംഗ്ലാദേശിലെ ഈ വിദ്യാർത്ഥി കലാപം എന്ന് അവർ ഓമന് പേരിട്ട് വിളിച്ച ഈ കലാപത്തിലൂടെ നിയന്ത്രണം ഇപ്പോൾ ബംഗ്ലാദേശിന്റെ നിയന്ത്രണം ജമാഅത്തെ ഇസ്ലാമിയുടെ കൈകളിലേക്ക് പോയിരിക്കുന്നു. ആരാണോ ബംഗ്ലാദേശ് രൂപീകരണത്തെ എതിർത്തത്, ബംഗ്ലാദേശികളെ അടിച്ചമർത്തിയ പാകിസ്ഥാന്റെ കൂടെ നിന്നത്, അതേ ആളുകളുടെ കൈകളിലേക്കാണ് ബംഗ്ലാദേശിൽ നിയന്ത്രണം പോയിരിക്കുന്നത്. അപ്പം ഒരുപക്ഷെ പെട്ടെന്ന് എന്തെങ്കിലും പ്രക്ഷോഭത്തിന്റെ പേരിലോ എന്തെങ്കിലും ന്യായമായ കാര്യത്തിന്റെ പേരിലൊക്കെ ആയിരിക്കും വിദ്യാർത്ഥികളൊക്കെ തെരുവിലിറങ്ങുന്നത്. പക്ഷെ അവർ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറുകയാണ്, ഒരു ചട്ടുകമായിട്ട് മാറുകയാണ് എന്നുള്ളത് അവരറിയുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. കാരണം പരമാവധി പോലീസിന്റെ കണക്ക് പ്രകാരം 25,000 പേരാണ് അവിടെ വന്നത്, ഏറ്റവും കൂടുതൽ വന്നത്. അപ്പം ഈ രാജ്യത്തെ എല്ലാ രീതിയിലുള്ള മൊബിലൈസേഷൻ നടത്തി കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത്. ഖത്തറിൽ നിന്നൊക്കെയാണ് ഫുഡ് കമ്പനികൾക്കൊക്കെ ഓർഡർ ലഭിച്ചത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ നിരവധി ടാങ്കുകളിൽ, ലോറികളിലൊക്കെ ആയിട്ടാണ് ഭക്ഷണം എത്തിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിറകിൽ ഒരു ആസൂത്രിതമായൊരു ശ്രമമുണ്ട്. കാരണം ഇവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി കുറേ ആളുകൾ പുറത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ തന്നെ ഏറ്റവും നാടകീയമായ സമരങ്ങളൊക്കെ തന്നെ സംശയം ഉളവാക്കുന്നതാണ്. കാരണം മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ അദ്ദേഹത്തിന്റെ ജന്മദിനാഘോഷത്തിന് വേണ്ടിയിട്ടാണ് കേരള മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രിയൊക്കെ വിളിച്ചു വരുത്തിയത്, MP-മാരെയൊക്കെ വിളിച്ചു വരുത്തിയത്. പക്ഷെ അവരോട് പെട്ടെന്ന് തന്നെ ഒരു നിയമവിരുദ്ധമായ, അതായത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനത്തിന്റെ പരിരക്ഷയുള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരാൾ തന്നെ ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലമായ പാർലമെന്റിലേക്ക് അവിടെ ആക്രമണം നടക്കുന്നു. ആ സമയത്ത് പാർലമെന്റിന് മുമ്പിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നു. അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പെട്ടെന്ന് തന്നെ തന്ത്രപരമായിട്ട് അങ്ങോട്ട് നീങ്ങുകയാണ് ചെയ്യുന്നത്. അതും നിയമവിരുദ്ധമായ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു രാജ്യത്തെ മുഖ്യമന്ത്രിമാരെ കൊണ്ട് തന്നെ രാജ്യത്തിലെ ഭരണ സംവിധാനത്തിനെതിരെ സമരം ചെയ്യിക്കുന്ന ഒരു പരിപാടിയാണ് അദ്ദേഹം കാണിച്ചത്. അപ്പം അങ്ങനെ ഇതൊക്കെ ഒരു സംഭവങ്ങളൊക്കെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വരികയാണെങ്കിൽ തങ്ങൾക്ക് അധികാരം വരെ പിടിച്ചെടുക്കാൻ പറ്റും. കാരണം നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ സംവിധാനമാണ്. 5 വർഷം കൂടുന്ന സമയത്ത് നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ഇനി അഥവാ പാർലമെന്റിൽ ഭരണകക്ഷിക്ക് ഭൂരിപക്ഷമില്ലെങ്കിൽ ആ മന്ത്രിസഭ രാജിവെക്കുന്നു. ഭൂരിപക്ഷമുള്ള പാർട്ടികൾക്ക് ചേർന്ന് രാഷ്ട്രപതി അവരെ ഭരിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇതാണ് ജനാധിപത്യ സമ്പ്രദായം. അതല്ലാതെ ഭരണം കുറെ ആളുകളെ രംഗത്തിറക്കിക്കൊണ്ട് ഭരണം പിടിച്ചെടുക്കുക, അങ്ങനെയൊരു ശ്രമമാണ് ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ നടന്നത്. പക്ഷേ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അങ്ങനെ ഒരു ശ്രമം നടത്താനുള്ള ഒരു ഗൂഢാലോചനയാണ് പുറത്തായത്. പൂർണ്ണമായിട്ടും ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന പരിപാടി അലങ്കോലപ്പെടുത്തണം. പെട്ടെന്ന് തന്നെ ആ വിദ്യാർത്ഥികളെ അതിൽ തന്നെ ആരും സ്വയം മരിക്കാൻ തയ്യാറായതാവണമെന്നില്ല. ആ ആളുകളെ എങ്ങനെയെങ്കിലും ചതിയിലൂടെയൊക്കെ തന്നെ തീക്കൊളുത്തി അങ്ങനെ ഒരു സത്യാവസ്ഥയൊന്നും പുറത്തു വരുന്നില്ല. പക്ഷെ രാജ്യം മുഴുവൻ കത്തും. കാരണം പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്ത വിദ്യാർത്ഥികളെ കൊന്നിരിക്കുന്നു, അല്ലെങ്കിൽ വെടിവെപ്പ് നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു, തീക്കൊളുത്തി മരിച്ചിരിക്കുന്നു തുടങ്ങിയ ഒരു വിഷയമുണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു തീ ആളിപ്പടരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആളുകളുടെ ആവേശം ആളുകളുടെ വികാരം ആളിക്കത്തുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. നമുക്കറിയാം, കുറച്ച് വർഷം മുമ്പ് 90കളിൽ സംവരണ വിരുദ്ധ പ്രക്ഷോഭം നടന്നിരുന്നു. ആ സംവരണ വിരുദ്ധ പ്രക്ഷോഭ സമയത്തും ഇത് തന്നെയായിരുന്നു. കാരണം പെട്ടെന്ന് വൈകാരികമായിട്ട് ആളുകൾ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു വികാര തള്ളിച്ച ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ അവിടെ യുക്തിസഹമായ ചിന്തയല്ല നടക്കുന്നത്, വികാര തള്ളിച്ച ഉണ്ടാക്കിക്കൊണ്ട് ആളുകളെ മുഴുവൻ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് വലിച്ചഴക്കാനുള്ളൊരു ആസൂത്രിതമായ ഗൂഢാലോചനയാണ് നടന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഒരു അരാജക രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കോക്രോച്ച് പാർട്ടിയുടെ പ്രതികരണങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവരെന്താ പറഞ്ഞത്? സുപ്രീം കോടതി പറഞ്ഞു വിദ്യാർത്ഥികൾക്കെതിരെ കേസ് എടുക്കരുത്. അതേ സമയത്ത് അതിൽ അക്രമകാരികളുണ്ടെങ്കിൽ ആരെയും ഒഴിവാക്കാനും പാടില്ല. അത് വ്യക്തമായ നിർദ്ദേശമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ കോക്രോച്ച് പാർട്ടിക്കാർ പറഞ്ഞ എന്താ? കേസ് എടുക്കില്ല എന്ന് സർക്കാർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ സർക്കാരുമായി നെഗോഷിയേറ്റ് ചെയ്തത്, അതാണ് ആ വാക്കുകൾ അവനെ ഉപയോഗിച്ചത്. ഞങ്ങൾ സർക്കാരുമായി നെഗോഷിയേറ്റ് ചെയ്തതാണ്. അപ്പം സർക്കാരിനേക്കാൾ വലുതാണോ കോടതി, സുപ്രീം കോടതി? അങ്ങനെയെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതിയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പോൾ സുപ്രീം കോടതിയായിട്ട് എങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യാം? അപ്പം ഇത്തരത്തിലുള്ള നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തെ കുറിച്ച് തന്നെ അജ്ഞരായ കുറെ ആളുകൾ
അവരും അവരെ പിറകിൽ നിന്ന് നയിക്കാൻ അല്ലെങ്കിൽ അവരെ പിറകിൽ നിന്ന് തള്ളാനുള്ള അന്താരാഷ്ട്ര ശക്തികളും അവർക്ക് സഹായം കൊടുക്കാനുള്ള പ്രതിപക്ഷവും. സാധാരണഗതിയിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ എതിർക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം പ്രതിപക്ഷത്തിന്റെ ധർമ്മം തന്നെ സർക്കാരിനെ എതിർക്കുക എന്നുള്ളത്. പക്ഷേ സർക്കാരിനെ എതിർക്കുന്നതിന് പകരം ഒരു രാജ്യവിരുദ്ധ അട്ടിമറി നടത്താൻ പറ്റുമെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു പ്രതിപക്ഷം എന്നാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെയുള്ള കക്ഷികളും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത്. ഒരു ഇന്ത്യയിൽ ഒരു അട്ടിമറി നടത്തുക, ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കുക, ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ നടന്ന പോലുള്ള ഒരു അട്ടിമറി നടത്താനുള്ള ഒരു ശ്രമമായിരുന്നു നടന്നത്. ആ ഒരു ശ്രമത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് സർക്കാർ സമരം പെട്ടെന്ന് തന്നെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ സർക്കാർ പറഞ്ഞിരുന്നു വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല, കാരണം നീറ്റ് പരീക്ഷ ക്രമക്കേടിനെ തുടർന്ന് അന്വേഷണം നടത്തി, CBI അന്വേഷണം നടത്തി, പ്രതികളെയൊക്കെ കണ്ടെത്തി, അതിന്റെ വിചാരണ കോടതിയിൽ തുടങ്ങാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഒരു നിയമം കൊണ്ടുവന്നു, ശിക്ഷിക്കാൻ കുറ്റവാളികളെ ശിക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിയമം കൊണ്ടുവന്നു, പഠിക്കാൻ കമ്മീഷൻ വെച്ചു, കമ്മീഷന്റെ ശുപാർശ പ്രകാരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിനേഷൻ നടത്താൻ പോവുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് സർക്കാർ മന്ത്രി രാജിവെക്കേണ്ട എന്ന നിലപാടിലെത്തിയത്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമം നടന്നു എന്ന് മനസ്സിലായതോടുകൂടി പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു ഒത്തുതീർപ്പിന് സർക്കാർ തയ്യാറായത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്.